ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദാരന്ധങ്ങൾ അടുത്തു വരാം. ദൈവശബ്ദത്തിനായി കാതോർക്കാം. ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് ഇടപെടുന്നത് സങ്കീർത്തനക്കാരനായി ദാവീദിനാൽ എഴുതപ്പെട്ട 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ്. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒട്ടും സുഖകരമല്ലാത്തതും അശാന്തിയുടേതുമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അവസ്ഥകൾ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുകയോ വല്ലാതെ വിഷമിപ്പിക്കുന്നോ ഉണ്ടാകാം. ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒന്നിനു മേലെ ഒന്നായി മനുഷ്യൻ്റെ മേൽ ഭാരമായി പ്രയാസമായി ജീവിതത്തിൻ്റെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ അത് വല്ലാതെ മനുഷ്യനെ ആകുലപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കാലഘട്ടം. വ്യാവസായിക സംരംഭങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, നന്മയുടെ സ്രോതസ്സുകളൊക്കെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളാൽ അടയപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനൊക്കെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് നിലനിൽപ്പിന് പ്രതിസന്ധിയായി നിൽക്കുന്നത് കൊണ്ട് പലരും ഭാരപ്പെട്ടിരിക്കുക. ഇപ്പോഴത്തെ ജീവിതാവസ്ഥകൾ പലരുടെയും ഉപജീവന മാർഗത്തിന് തന്നെ പ്രതിസന്ധിയായിരിക്കുമ്പോൾ അതൊക്കെ അവരുടെ മേൽ ഭാരമായി അവരുടെ സ്വൈര്യത്തെ കെടുത്തുവാൻ, അവരുടെ സുഖനിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ തക്കവണ്ണം അത് ഉയർന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുക: പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കർത്താവ് തൻ്റെ ഇഹലോകവാസകാൽ തൻ്റെ അടുക്കൽ വന്ന് പുരുഷാരത്തെ വിളിച്ചു പറയുക: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് എൻ്റെ കർത്താവ് നമ്മെ വിളിക്കുന്നത് ആശ്വാസം പകരാനാണ്. മനുഷ്യൻ പലവിധമായ ഭാരമെടുത്ത് തളർന്നിരിക്കുക. കടഭാരം, ജീവിതഭാരം, രോഗഭാരം, പാപഭാരം, ഉപജീവന ചിന്തകളെക്കുറിച്ചുള്ള ഭാരം, അങ്ങനെ പലവിധമായ ഭാരങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ, ആരോട് പറയണമെന്നറിയാതെ കലങ്ങുന്ന നാളുകളിൽ കർത്താവിൻ്റെ ശബ്ദം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരത്തിന് പ്രതിവിധി തിരഞ്ഞു നടക്കുമ്പോൾ പലതും പ്രതിവിധികൾ കാണാൻ കഴിയാതെ വരുമ്പോൾ അത് ആശങ്കകളാകുകയും ആകുലതയാകുകയും അത് നിരാശയിലേക്ക് തള്ളിയിടുകയും ജീവിതത്തിൻ്റെ പിടിവിട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുവാൻ സാഹചര്യമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക: കുഞ്ഞേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരെ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ ബലമുള്ള കരത്തിൽ കർത്താവ് താങ്ങിയത് കൊണ്ട് എന്നെയും നിങ്ങളെയും താങ്ങി നടത്താൻ, എന്നെയും നിങ്ങളെയും പരിപാലിക്കാൻ അവൻ്റെ ബലമുള്ള കരം ശക്തിയുള്ളതാണ്. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. മറ്റാരോടും പറയാൻ കഴിയാത്ത മാനസിക സംഘർഷമാണോ? അതോ ആരും എന്നെ സഹായിക്കാനുള്ള എന്നോർത്ത് ആകുലപ്പെടുകയാണോ? നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിന്റെ ഭാരം യേശുവിൻ്റെ കരത്തിൽ കൊടുത്താൽ നിന്റെ ഭാരത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്നെ താങ്ങി നടത്തുവാൻ, പ്രിയ ദൈവ പൈതലെ, നിന്നെ കരങ്ങൾ വഹിപ്പാൻ അവൻ്റെ കരം ശക്തിയുള്ളതാകുന്നത് കൊണ്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ തിരുപാദത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭാരം വഹിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഓർത്ത് ചുവടുകൾ വയ്ക്കാം. സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ മുന്നേറാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.